നമസ്കാരം. ഫസ്റ്റ് ചാനൽ മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള പാലിയേറ്റീവ് നഴ്സസ് ഫെഡറേഷൻ CITUവിൻ്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഹോം കെയർ വിസിറ്റ് 16 ആക്കുക, സഞ്ജീവനി കൺസൾട്ടേഷൻ ഒഴിവാക്കുക, ഓണറേറിയം കൃത്യമായി നൽകുക, PF ESI ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുക, കരാർ തൊഴിലാളികൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ പാലിയേറ്റീവ് നഴ്സുമാർക്കും നൽകുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും. കാരണം ഞങ്ങളെ കാണാതെ അല്ലെങ്കിൽ ഞങ്ങളുടെ സേവനം നമ്മുടെ ശുശ്രൂഷാവരുടെ അരികിൽ എത്താതെ നിൽക്കുമ്പോഴുള്ള പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ ഈ സമരമുഖത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള സേവനങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ അരികിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ടു പോകുന്ന സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന മാർച്ചും ധർണയും PP ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ ജോലി യഥാർത്ഥത്തിൽ സമർപ്പിതമായിട്ടുള്ളതാണ്. കാരണം മറ്റൊരു ജോലി പോലെ അല്ല, വ്യത്യസ്തമായ എത്ര മനുഷ്യത്വപരമായ ജീവകാരുണ്യപരമായ ഒരു മനസ്സും ശരീരവും ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കിക്കാണുവാൻ കഴിയും. കാരണം കിടപ്പായി ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ നമുക്കറിയാമല്ലോ, മലമൂത്ര വിസർജനമടക്കം നടത്തി കിടക്കുന്നവരാണ്. മേഖലയുമായി ബന്ധപ്പെട്ട നഴ്സുമാർക്കാണ് ആദ്യമായി അംഗീകരിച്ചു കൊടുക്കേണ്ടതെന്നുള്ള കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അത് പോയി നിന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അത് ബോധ്യപ്പെടുത്തൂ. നമ്മുടെ സർക്കാർ വന്നപ്പോൾ നമ്മുടെ ആൾ സമരത്തിന് വരും, അതൊരു ചർച്ചാ വിഷയമായി ഉയർന്നു വന്ന ഘട്ടത്തിൽ അന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞു, എന്താ പറഞ്ഞത്, ഭരണവും സമരവും അത് രണ്ടും തന്നെയാണ്. ഭരണത്തിനെ വിളിക്കുന്നു, സമരത്തിനെ വിളിക്കുന്നു. നമ്മുടെ സമരത്തിലൂടെയാണ് പലതും നേടിയെടുത്തത്. എന്നാൽ സമരം എത്ര ചെയ്താലും കണ്ണു തുറക്കാത്ത ഭരണാധികാരികൾ ഉണ്ടായിട്ടുണ്ട്. ആ ഭരണാധികാരികൾ അല്ലല്ലോ ഇത് കേരളം ഭരിക്കുന്നത്.